ഇന്നത്തെ റെസിപ്പി ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കുറുമ എന്നും പറയാം. ഇത് അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി ഇതിനൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഉണ്ടാക്കാനും. ഇത് ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് രാത്രി ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിലേക്ക് ഒരു സവോളയുടെ പകുതിയും 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി ഒക്കെ ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോ, ഒരു ചെറിയ ക്യാരറ്റ്, ഇത്രയും ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും, ആവശ്യത്തിന് ഉപ്പും, ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഞാനിവിടെ ഇത്രയും തേങ്ങ ഒരു മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് 2 ചുവന്ന മുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് കളറ് മറന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും വെജിറ്റബിൾസും ഒക്കെ കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും, കുറുകിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. 2 നുള്ളി ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.